നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏബൂൽ മാസം 25-ാം തീയതി അത് തീർത്തു. വലിയൊരു നിയോഗമായിട്ട് നെഹമ്യാവ് മതിൽ പണിയാൻ ആരംഭിക്കുമ്പോൾ അത് പണിത് പൂർത്തീകരിക്കാതിരിക്കാൻ ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വന്നു. അതിനെ പൊക്കിക്കൊണ്ടുവരാതെ സൻബല്ലത്തും തോബിയാവും അങ്ങനെ പലരും എഴുന്നേറ്റ് വരുമ്പോഴും നിയോഗം പ്രാപിച്ച ഭക്തൻ ഹല്ലേലൂയ അത് പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി. ഈ 12-ാം മാസത്തിൽ നിങ്ങൾ ആരംഭിച്ച പലതും പൂർത്തീകരിക്കുവാൻ കഴിയാതെ എവിടെയെങ്കിലും പാതി വഴിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, കർത്താവ് നിന്നെ കൊണ്ട് പൂർത്തിയാക്കുന്ന ആ ദിവസങ്ങളിലേക്ക് നിന്നെ അടുപ്പിച്ചു കൊണ്ടിരിക്കുക. ഇനിയുള്ള ചില ദിവസങ്ങൾ ഒരുപക്ഷെ നമുക്ക് വിരലെണ്ണാവുന്ന ദിവസങ്ങളെ നമ്മുടെ മുന്നിൽ കാണത്തുള്ളൂ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ ആണ്ട് പൂർത്തിയാകുന്നതിന് മുന്നേ ഞാൻ ആരംഭിച്ചത് ഏതാണെങ്കിലും അത് എനിക്ക് പൂർത്തിയായി കിട്ടും. ഞാൻ കേട്ട ദർശനങ്ങൾ, ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ, എന്നോട് ദൈവം പറഞ്ഞ ദൈവിക ആലോചനകൾ, കർത്താവ് എനിക്ക് തന്ന പ്രോമിസുകൾ പാതി വഴിയിൽ ചിലതൊക്കെ മുടങ്ങിക്കിടക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അത് വിദ്യാഭ്യാസമാകട്ടെ, നിൻ്റെ ഭവനത്തിൻ്റെ പണിയാകട്ടെ, നിൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിലുള്ള എല്ലാ ചില മേഖലകളാകട്ടെ, ഏതെല്ലാം സാഹചര്യങ്ങൾ പകുതി വഴിയിൽ പൂർത്തീകരിക്കുവാൻ കഴിയാതെ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ കൊണ്ടുവന്നു പൈശാചിക മണ്ഡലവും മനുഷ്യക്കരം ഏതും ഒരുപക്ഷെ തടസ്സങ്ങൾ സൃഷ്ടിക്കാം. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി പൂർത്തീകരിച്ച് തരുവാൻ ദൈവത്തിൻ്റെ സഹായം. അതിൻ്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് ഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്താൽ എല്ലാ കാര്യവും സാധ്യമാകും. പൂർത്തീകരിക്കുവാൻ കഴിയാതിരിക്കുന്ന വിഷയങ്ങളെ നിന്നെ സഹായിച്ച് ആ പണി നിന്നിൽ പൂർത്തിയാക്കുവാൻ, നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി അയക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ 12-ാം മാസം നിങ്ങളുടെ കൂടെ നടക്കുക. ഈ ദൂതനെ ആമേൻ പറഞ്ഞ് വിശ്വസിക്കുന്നുവെങ്കിൽ ചില വാഗ്ദത്തങ്ങൾ പൂർത്തിയാകാൻ തുടങ്ങുന്നു. ഈ ആണ്ട് പൂർത്തിയാകുന്നതിന് മുന്നേ ഒരുപക്ഷെ 3, 4, 5, 6 ദിവസം 10 ദിവസത്തിൽ താഴെ കാണത്തുള്ളൂ. പക്ഷെ വിശ്വസിക്കുക, എൻ്റെ വാഗ്ദത്തം പൂർത്തിയാകും. എൻ്റെ ദൈവത്താൽ അത് സാധ്യമാക്കി. നെഹമ്യാവ് ഏതെല്ലാം പ്രതികൂലം എഴുന്നേറ്റ് വരുമ്പോഴും നെഹമ്യാവ് അത് പൂർത്തീകരിക്കുവാൻ ദൈവം നെഹമ്യാവിൻ്റെ കൂടെ നിന്ന് ആ മതിൽ പണിയിപ്പിച്ച് അത് പൊക്കിയെങ്കിൽ നിനക്ക് വേണ്ടി സഹായിക്കുന്ന കരമിറങ്ങി വന്ന്, നിനക്ക് വേണ്ടി സഹായമായ കരമിറങ്ങി വന്ന് നിന്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിച്ച് അതിൻ്റെ നന്മ അനുഭവിക്കുവാൻ, അത് കാണുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ആമേൻ. God bless you.